ഹൈ ലെവൽ വയലൻസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് നല്ല ഹൈ ലെവൽ അപരാധം ഉണ്ടാക്കി വെച്ച പടമാണ്. ഈ പടത്തിന്റെ പേരെന്തായിരുന്നു? ആദികേശവ. ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് ആൾക്കാർ എന്തൊക്കെ ഊളവെത്തി കൊല്ലാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറെ ഗുണ്ടകൾ നടു റോട്ടിലിട്ട് ഒരു മെയിൻ ഗുണ്ടയുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വലിയ ഗുണ്ടയൊക്കെയാണ്, പക്ഷേ സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല. നടു റോട്ടിലിട്ടാണ് ബർത്ത്ഡേ ആഘോഷം. ഈ ബർത്ത്ഡേ പാർട്ടിയുടെ ബ്ലോക്കിന്റെ ഇടയിൽ അങ്ങനെ ഒരു ആംബുലൻസ് വിട്ടു. അങ്ങനെ ചോരയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ഉള്ള ഈ ആംബുലൻസിന് വഴിയൊരുക്കാനായിട്ട് നായകൻ വരും. എന്നിട്ട് ഇങ്ങനെ ഗുണ്ടകളൊക്കെ അടിച്ചിട്ടിട്ട് 2 മിനിറ്റ് ആംബുലൻസിന് മുന്നിൽ പോസൊക്കെ ഇട്ടങ്ങ് നിൽക്കും. നിർത്തി പോടാ നിന്റെ പ്രശ്നം, പേഷ്യന്റ് ചോര പോയി മരിച്ചു. എന്തായാലും പുള്ളി ആംബുലൻസിന് പോകാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ നന്മ നിറഞ്ഞ നായകന്റെ ഇൻട്രോക്ക് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് നന്മയുടെ സെക്കൻഡ് എപ്പിസോഡ് നായികയുടെ ഇൻട്രോ. ഈ സീനിൽ കുറെ പിള്ളേരെന്തോ മാരക അസുഖമൊക്കെ ആയിട്ട് മരിക്കാൻ കിടക്കുമായിരിക്കും. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നന്മ നിറഞ്ഞ നായിക വരും. എന്നിട്ട് ഈ പിള്ളേരൊക്കെ ഒരു ഡാൻസ് കളിച്ച് സന്തോഷിപ്പിക്കും. ഇതൊക്കെ മരിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് കാണേണ്ടി വരുന്ന ഈ പിള്ളേരുടെ ഒക്കെ ഒരു അവസ്ഥ. മരിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും ആ പിള്ളേരൊക്കെ ചിരിക്കുന്നു. അവരുടെ ചിരിക്കും മുമ്പ് ഈ ചെക്കൊന്നുമില്ല. ഞാൻ പോട്ടെ സിസ്റ്റർ. മരിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഈ പിള്ളേരൊക്കെ ചിരിക്കുന്നു. ഓക്കെ, പക്ഷേ പിള്ളേര് മരിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചിരിച്ച എക്സ്പ്രഷൻ എടുത്ത് ഒന്നുമില്ല. ഞാൻ പോട്ടെ സിസ്റ്റർ. പിന്നെ എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ നായകനും നായികയൊക്കെ ഒന്നിക്ക് വേണ്ടി കുറെ ക്യൂട്ട്നെസ്, പാട്ട്, ഡാൻസ് റിപ്പീറ്റ് ചെയ്യാം. അത് തന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ ഒരു പ്രശ്നം വരും. എന്താ വെച്ചാൽ നമ്മുടെ നായകൻ ഓർഫനാണ്. അതേപോലെ തന്നെ നായകന്റെ അച്ഛൻ ഇപ്പം മരിച്ചുപോയി. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെങ്കിലും നായകനോട് അവതരിപ്പിക്കണം. അപ്പോൾ ഒരു പുള്ളി വളരെ കാഷ്വൽ ആയിട്ട് വന്നിട്ട് പറയും, നിന്റെ അച്ഛൻ മരിച്ചുപോയി, വാ നാട്ടിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ? എന്റെ അച്ഛൻ പുറകിലല്ലേ നിൽക്കുന്നത്? അത് നിന്റെ അച്ഛനല്ല. അതെന്ത് വിജയം? അതൊന്നുകൂടി വെച്ചേ. നീ ഞങ്ങളുടെ മകനുമല്ല. ഇതെന്താ സീരിയൽ? ഞങ്ങളുടെ മകനുമല്ല. പിന്നെ അടുത്ത സീനിൽ നായകന്റെ ശരിക്കുള്ള അച്ഛനെ കാണിക്കും. പുള്ളി കുറച്ച് ടെറർ മനുഷ്യനൊക്കെയാണ്. ആരെങ്കിലും എന്തെങ്കിലും അനീതികളൊക്കെ ചെയ്താൽ പുള്ളി അപ്പൊ തന്നെ തലവെട്ടി ഡിക്കിയിലാക്കും. പുള്ളി ചിരിച്ചുകൊണ്ടാണല്ലോ മരിച്ചത്. എന്റെ അമ്മ ഇങ്ങനെ ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ നായകൻ പുള്ളിയുടെ നാട്ടിലേക്ക് പോകും. അവിടെയാണെങ്കിൽ വില്ലനായ ജോജു ജോർജ് ഒക്കെ വൻസി. പുള്ളി ഒരു KGF സെറ്റപ്പിൽ ആൾക്കാരൊക്കെ നിർബന്ധിച്ച് പണിയെടുപ്പിച്ച് ഒരു മൈനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ വയസ്സായന്മാരൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ പോലും പുള്ളി ഇങ്ങനത്തെ ചെറിയ പിള്ളേരൊക്കെ നിർബന്ധിപ്പിച്ചാണ് ഈ മൈനൊക്കെ നടത്തുന്നത്. എന്തിനാണ് ആർക്കറിയാം. പിന്നെ ജോജുവിന്റെ ഗ്യാങ്ങിൽ പുള്ളിയുടെ വലങ്കയായിട്ടുള്ള ഒരാൾ കൂടിയിട്ട് ഈ വിയേർഡായിട്ടുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ എന്ത് എക്സ്പ്രഷനാണ് ഇടുന്നത്, ഇങ്ങനെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇടുന്നുണ്ടോന്ന്, ഇയാൾക്ക് എന്തെങ്കിലും വികാരം ഉണ്ടോന്ന് എനിക്ക് പടം കണ്ട് തീരുന്ന വരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ എന്ത് എക്സ്പ്രഷൻ ആയിരുന്നു പോലും മനസ്സിലാതെ വില്ലനെ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒരേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ നായകൻ ഗോസ്റ്റ് റൈഡർ ആക്കി വിടും. അപ്പൊ നമ്മുടെ ജോജു ജോർജ് ഇതിന് റിവെഞ്ചായിട്ട് നായകന്റെ പെങ്ങളെ ശ്രീകൃഷ്ണേന്തിക്ക് ഘോഷയാത്രയ്ക്ക് കൊണ്ടുവരുന്നു, അല്ലെ വണ്ടിയിലേക്ക് കൊണ്ടുവരും. പിന്നെ നടക്കാൻ പോകുന്നതാണ് ക്ലൈമാക്സ് ഫൈറ്റ്. ക്ലൈമാക്സ് ഫൈറ്റിൽ നടക്കുന്നതാണെങ്കിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ആളക്കൊല്ല എന്നുള്ള ഒരു മത്സരം. ഫസ്റ്റ് തന്നെ ജോജു ജോർജ് നായകന്റെ ഒരു ഫ്രണ്ടിനെ കോൺക്രീറ്റിൽ മുക്കിക്കൊല്ലും. കോൺക്രീറ്റ് ലൂസ് ആവണമെങ്കിൽ കെമിക്കലും ആസിഡും ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ തന്നെ സ്കിന്നും മറ്റും കരിഞ്ഞു പോകും. സംസ്കാര ചടങ്ങ് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ. എങ്ങനെ ഈ സാധനം അടക്കോ? അതെന്തായാലും ആവട്ടെ, എന്തായാലും നമ്മുടെ നായകൻ ഇടപെടും. പിന്നെ നമ്മൾ കാണുന്നത് ലോകത്തിലെ തന്നെ വ്യത്യസ്തമായ ഫൈറ്റുകളാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെ പഞ്ചായത്ത് വൈപ്പ് വെച്ച് ചോരെടുക്കുന്ന ഒരു ഫൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിക്ക് വെച്ചൊരു മണ്ടത്തരമുണ്ട്. ഡയറക്റ്റ് കൈവച്ച് തലക്കടിക്കാൻ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോ അനുഭവിച്ചോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് തനിയാ വരാതെ. പിന്നെ അതിനുശേഷം ഇങ്ങനെ കമ്പി ചൂടാക്കി വായി കയറ്റി കൊടുക്കും, ട്യൂബ് ഒട്ടിച്ച് വായി കയറ്റി കൊടുക്കും. അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രീതിയിലും ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ നേരെ മെയിൻ വില്ലനായ ജോജു ജോർജിനെ കൊല്ലാൻ പോകും. നശിപ്പിക്കുന്ന രുദ്രകാളേശ്വരനാണ്. ഇയാളുടെ തല വെട്ടിട്ട് നീ ഇയാളുടെ കയ്യിൽ തന്നെ കൊടുക്കും. അല്ലാതെ മാസ് ഡയലോഗൊക്കെ ആകുമ്പോ നീ എന്തായാലൊക്കെ ചെയ്യാം. എന്തായാലും അങ്ങനെ ഇന്ത്യയിലെ മോസ്റ്റ് വയലന്റ് പടം അങ്ങനെ അവസാനിക്കും. എന്തായാലും ഈ പടം വെറുപ്പിക്കേണ്ട ഒരു മിക്സ്ചർ ആയിരുന്നു, വിത്ത് ക്രിഞ്ചിൽ ഔട്ടറാക്കും ഊൾ ആക്ഷൻ സീക്വൻസ്. ഇത്ര അടിപൊളിയായിട്ട് വെറുപ്പിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഡയറക്ടർക്ക് ഒരു കൺഗ്രാജുലേഷൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.